നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ ഒരു പരമ്പരയുടെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഡയറി റൈറ്റിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു യാത്ര നടത്തുകയാണ് എന്ന് സങ്കല്പിക്കുക. ഒരു പിക്നിക് ട്രിപ്പിന് പോവുകയാണ്. കുറേ ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു പിക്നിക് ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ പിക്നിക്കിൽ നമുക്ക് എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യമുണ്ട്. അവിടെ എത്തിച്ചേരുക എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ്, അതിനേക്കാളും പ്രധാനം ഈ പിക്നിക് ട്രിപ്പിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ സമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെയാണ്. അപ്പം നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു, പക്ഷേ എല്ലാവരും സ്ട്രെസ്സിലാണ്. വഴിയുടെ ഇടയിൽ തർക്കങ്ങളുണ്ടായി, ഭക്ഷണം ശരിയായില്ല, സൗകര്യങ്ങളുണ്ടായില്ല. അപ്പോൾ ട്രിപ്പിൻ്റെ ആ രസം അങ്ങോട്ട് പോകും. അപ്പോൾ ലക്ഷ്യത്തെ പറ്റി ചിന്തിക്കുന്നതോടൊപ്പം തന്നെ യാത്രക്കാരുടെ കംഫോർട്ടിനെ കുറിച്ചിട്ട്, സൗകര്യങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിത യാത്രയിലും നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ആ തത്രപ്പാടിൽ നമ്മൾ യാത്രക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരാണ് ഈ യാത്രക്കാർ? നമുക്ക് നമ്മുടെ കൂടെ സഹവസിക്കുന്ന ആൾക്കാരിൽ നിന്നും തുടങ്ങാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ, ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ, അവരുടെ എല്ലാവരുടെയും കംഫർട്ട്, അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ടോ? അപ്പം ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മാത്രമല്ല, അതിനേക്കാളും ഉപരി ബിലോങ്ങിങ്നെസ്. ഞങ്ങളും ഈ ഒരു യാത്രയിൽ ഭാഗങ്ങളാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആ ബിലോങ്ങിങ്നെസ് ഉണ്ടാവും, ഫ്രണ്ട്സിന് എല്ലാവർക്കും ആ ബിലോങ്ങിങ്നെസ് ഉണ്ടാവുക. അപ്പം അതുകൂടാണ്ട് ഓരോ വ്യക്തിയുടെയും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും, അങ്ങനെ ഒരു കാര്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രദർശിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ടോ ഓരോരുത്തർക്കും? ഇതും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ടാർഗറ്റ്സ് ഉണ്ട്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹപ്രവർത്തകരെ കുറിച്ച് പലപ്പോഴും വിസ്മരിച്ചു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പുറമേക്കാണ് നോക്കുന്നത്. കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ പ്രവർത്തികളിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകർ നന്നാവുന്നുണ്ടോ, ഉയരുന്നുണ്ടോ, അവർക്ക് ബെറ്റർമെൻറ്റിൻ്റെ ചാൻസസ് ലഭിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ടീം ബിൽഡിംഗ്. ഇനി അതിനേക്കാളും അടുത്തേക്ക് നമുക്ക് വരാം. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ ശരീരവും ഒരു ടീം തന്നെയാണ്. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഒരുമിച്ചിട്ടാണ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. കുമാരസംഭവത്തിൽ ഭഗവാൻ ശിവൻ പാർവതിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരം ആണ് ശ്രദ്ധിക്കേണ്ടത്, അതിനുശേഷമാണ് ധർമ്മം. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വരാറുണ്ട്, പല ലക്ഷ്യങ്ങളുമായിട്ട് നിരന്തരമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സമയാസമയം ശരീരം വൃത്തിയാക്കുന്നുണ്ടോ, ശരിയായിട്ടുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്, വേണ്ട സമയത്താണോ കഴിക്കുന്നത്, നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, റിലാക്സ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? വെക്കേഷൻ്റെ സമയം കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, കൂടുതൽ ലാഭം കിട്ടാനായിട്ട്. ശരീരത്തിലെ പല ഭാഗങ്ങളും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാലിൻ്റെ അടിയിലൊക്കെ ഇൻഫെക്ഷൻ വന്ന് അൾസറായിട്ടും അറിയാതെ പോയ ആൾക്കാരുണ്ട്, നഖം ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ ഡ്രസ്സ്
നമുക്ക് അനുയോജ്യമാണോ, നമ്മൾ സിമ്പിളാണോ, നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകേണ്ടതാണ് ഈ ശരീരം. അതിനെ പീഡിപ്പിക്കാനും പാടില്ല, പ്രീണിപ്പിക്കാനും പാടില്ല. ആധ്യാത്മികമെന്ന് പറയുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരത്തെ പീഡിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ, അതും യഥാർത്ഥത്തിൽ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ശരീരത്തെ വേദനിപ്പിക്കുക, ഫാസ്റ്റ് ചെയ്യുക. അപ്പോൾ ശരീരം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനേക്കാളും ഉള്ളിലേക്ക് തിരിയാൻ സാധിക്കുക? അപ്പോൾ അതാണ് അടുത്ത നമ്മുടെ ടീം മെമ്പർ. ഇനി അതിനേക്കാളും ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽ എങ്ങനെയാണ്? നമ്മൾ ശാന്തരാണോ? ഞാൻ പ്രവൃത്തി ചെയ്യുമ്പോൾ റിലാക്സ്ഡ് ആണോ? അതോ ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് വരുന്നുണ്ടോ? ഇമോഷണലി അപ്സെറ്റ് ആവുന്നുണ്ടോ? ഇപ്പോൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇമോഷൻസ് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല. സഹപ്രവർത്തകരെ വേണ്ടാതെ ചീത്ത പറയുക, അസൂയ, വെറുപ്പ്, അതുപോലെ തന്നെ വല്ലാതെ എക്സ്റ്റസി, എൻജോയ്മെന്റിൽ ചിലപ്പോൾ നമ്മൾ സ്വയം മറന്നുപോകും. പൃഥ്വിരാജ് ചൗഹാൻ എന്നുള്ള രാജാവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വിവാഹത്തിന് ശേഷം രാജ്യത്തിന്റെ കാര്യം വിസ്മരിച്ചു പോയി. അതുപോലെ തന്നെ രാമായണത്തില് ഭഗവാൻ ശ്രീരാമനെ സഹായിക്കേണ്ട കാര്യം സുഗ്രീവൻ മറന്നുപോയി കുറച്ചു കാലം. പിന്നീട് ലക്ഷ്മണൻ വന്നിട്ട് ദേഷ്യപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിന് ധർമ്മബോധം ഉണ്ടാകുന്നത്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എനർജി ലെവൽ എങ്ങനെയാണ്. ഇനി അതിനേക്കാൾ ഉള്ളിൽ പോയാലും എനർജിയെ നിയന്ത്രിക്കുന്ന മനസ്സ് എങ്ങനെയാണ്? മനസ്സ് എത്രത്തോളം പോസിറ്റീവാണ്, എത്രത്തോളം ഞാൻ സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇറിറ്റേഷൻ വരുന്നുണ്ടോ, വിചാരിച്ച പോലെ കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടോ, അതുപോലെ തന്നെ ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ജോലി സ്ഥലത്ത് ബാധിക്കുന്നുണ്ട്, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ഫാമിലിയിൽ ബാധിക്കുന്നു, മനസ്സിന്റെ ഈ വേലിയേറ്റങ്ങളും ഇറക്കങ്ങളും, ഏതൊക്കെ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എപ്പോഴും ഞാൻ സ്വയം നിയന്ത്രണത്തിലാണോ, ഇതെല്ലാം നമ്മളോട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. യഥാർത്ഥത്തിൽ മനസ്സിനോട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് നമുക്ക് പറയാം. മനസ്സ് റെഗുലേറ്റഡ് അല്ലാത്ത ഒരു വ്യക്തി ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൽ പെർഫെക്ഷൻ വരില്ല. നല്ല ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ ഫെയിൽ ചെയ്യും. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ എക്സാമിന് മോശമാവുക, ജോലിയിൽ മോശമാവുക. ആ മനസ്സാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലുള്ള അറിവുകളുണ്ട്, ഇന്റലിജൻസ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസിലൂടെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ സാധിക്കുക, വേണ്ടാത്തപ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ സാധിക്കുക. അതാണ് വിവേകബോധം എന്ന് പറയുന്നത്. അറിവിനെ ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതാണ് വിവേകം. ഒരു പേഷ്യന്റ് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ എൻ്റെ അസുഖം മാറുമോ? അപ്പം മാറാത്ത ഒരു രോഗമാണെങ്കിൽ നിങ്ങൾക്ക് അസുഖം മാറില്ല, നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയുന്നത് നമ്മൾ അറിവിനെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയാണോ? അപ്പൊ അത് എൻ്റെ കുട്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആളാണ് ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? തീർച്ചയായിട്ടും എല്ലാം നമുക്ക് നോക്കാം, ശരിയാവും എന്നൊക്കെ പറയും. കാരണം സ്നേഹം അവിടെ വരും. ആ വിവേകബോധത്തിലൂടെ നമ്മൾ ക്രമേണ ഉയരുകയാണ്, സ്നേഹത്തിലേക്ക് വരും. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള ആ സംവേദനക്ഷമത തരുന്നത് സ്നേഹമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വിവേകബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള ഷീറ്റ് എന്ന് പറയുന്നു, അതിന് ആനന്ദമയ കോശം എന്ന് പറയും. ആനന്ദം അനുഭവിക്കും, സന്തോഷം അനുഭവിക്കും. സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജോലികളെല്ലാം പെർഫെക്റ്റ് ആവും. ഇത് എന്തുകൊണ്ടാണ് സാധിച്ചത്? കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ തലങ്ങളെയും നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിച്ചു. ഇതാണ് നമ്മുടെ ധർമ്മം. ഇനി അത്ര എത്തിച്ചേർന്നാൽ മാത്രം പോരാ, നമ്മൾ ആനന്ദത്തിരുന്നാൽ മതിയോ? നമ്മൾ ആനന്ദം മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ തക്കോണം വളരണം. എല്ലാവരുടെയും വളർച്ചയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം.
എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാവരിലും ആ വളരാനുള്ള സാധ്യത സൃഷ്ടിക്കുക. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉയരേണ്ടതല്ലേ? നമ്മൾ നമ്മുടെ ധർമ്മം പാലിക്കേണ്ടതല്ലേ? ഇത് നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. സ്വധർമ്മം നമ്മൾ നോക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യം, മറ്റുള്ളവർ എന്നുള്ള കാര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പിന്നീട് ചിന്തിക്കാം. അത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമോ എന്നുള്ളതും നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് ഒത്തുചേരാം. നന്ദി, നമസ്കാരം.